മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പൗലോസിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൗലോസ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് അലീന എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കാനുള്ളത് എന്നുള്ളത് എഴുതി വെച്ചിട്ടില്ലേ, കൃത്യമായിട്ടുള്ളൊരു കണക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്ന് കാണട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞ് ഏതായാലും സമയം നേരം വൈകി, എന്തായാലും വന്നിട്ട് കാണാം, വന്നിട്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എങ്ങനെയായാലും എനിക്ക് കാര്യങ്ങളും കൃത്യമായിട്ടുള്ള വിവര പട്ടികയും കാണിച്ച് തന്നാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, ഏതായാലും പോയിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് പൗലോസും ആൻ്റപ്പൻ ചേട്ടനും ഒക്കെ കൂടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോകുന്നത്. പക്ഷേ അവർ ആ ഒരു കണക്കിലും കാര്യത്തിലൊക്കെ അഴിമതി കാണിച്ചിട്ട് അവർക്കുള്ള സാധനങ്ങളും കൂടെ അതിൽ വാങ്ങിച്ചെടുക്കുകയാണ്. പക്ഷേ നമ്മുടെ അലീന എടുത്ത് നടക്കുമോ? അതൊക്കെ വിടാതെ കയ്യോടെ പിടികൂടുന്നുണ്ട് അലീന. അങ്ങനെ പിന്നീട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ പൗലോസ് അങ്ങോട്ട് കയറി വരികയാണ്. വരുന്ന സമയത്ത് ചാക്കിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ ഈ വീട്ടിലേക്കോ? ഇത് എത്ര 2 മാസത്തേക്കുള്ള സാധനങ്ങളാണോ പൗലോസേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ 2 മാസത്തേക്ക് പോയിട്ട് ഒരാഴ്ചയ്ക്ക് ഈ സാധനങ്ങളൊന്നും തികയത്തില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെന്താ, ഇവിടെ വല്ല പരിപാടിയും നടത്താൻ പോകുന്നുണ്ടോ? വല്ല സൽക്കാരോ കുടുംബസംഗമോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ പോകുന്നുണ്ടോ? പിന്നെ ഒരാഴ്ചത്തേക്കാണോ ഇതൊക്കെ? ഇതൊരാഴ്ചയല്ല, 1 മാസം വരെ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ പൗലോസേട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇങ്ങനെ ഓരോന്ന് പിശുക്കി ജീവിച്ച് കാണിച്ച സ്ഥലത്തു നിന്നല്ല വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ജീവിച്ച സാഹചര്യത്തെ പറ്റിയൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് എവിടെ? അതൊക്കെ ഒന്ന് കാണണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ച ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്തു വാ എന്ന് പറയുകയാണ്. പക്ഷേ അത് പറയുമ്പോൾ പൗലോസിന് കുറച്ചൊന്ന് പേടിയാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് കഴിഞ്ഞ തവണ വാങ്ങിച്ച ലിസ്റ്റും ഇത്തവണ വാങ്ങിച്ച ലിസ്റ്റും അതിൻ്റെ ഡേറ്റും ഒക്കെ പരിശോധിച്ചിട്ട് അലീന ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസേട്ടാ, ഇതിൽ കടല മുതൽ ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുണ്ടല്ലോ, പക്ഷേ അതൊന്നും ഇവിടെ പാചകം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതോ അതൊക്കെ ഇവിടെ കിടപ്പുണ്ടോ? എന്നിട്ട് ഇപ്പോഴത്തെ ലിസ്റ്റിലും അത് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കാറുണ്ട്, അത് കുഞ്ഞ് കാണാഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും ഞാനിവിടെ വന്ന വിശേഷം നിങ്ങളത് വെച്ചുണ്ടാക്കി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും എനിക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന മൊത്തത്തിൽ അങ്ങ് നോക്കുകയാണ്. അങ്ങനെ അരിയുടെ മൊത്തം കണക്ക്, വാങ്ങിയ കണക്കും വീട്ടിലുള്ള അരിയുടെ കണക്കും വെച്ച് നോക്കിയിട്ട് അലീനയ്ക്ക് കുറേ അങ്ങ് മിസ്റ്റേക്ക് തോന്നുകയാണ്. എന്നിട്ട് പൗലോസേട്ടനോട് ചോദിക്കുന്നുണ്ട്, അല്ല പൗലോസേട്ടാ, 50 കിലോ അരി വാങ്ങി കഴിഞ്ഞ ആഴ്ച, ഇത്തവണയും അതുപോലെ തന്നെ 50 കിലോ അരി വാങ്ങി. പക്ഷേ ഈ വീട്ടിൽ അത്ര അരി വെച്ച് വിളമ്പി കഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓരോ കിലോ എന്താ പറയുക 2 കിലോ ഒക്കെ വെച്ചാലും ഒരാഴ്ചക്ക് ഒരു 14 കിലോ, അല്ലെങ്കിൽ ഏറി വന്ന ഒരു 20 കിലോ അത്രയല്ലേ ആവുള്ളൂ. ബാക്കി 30 കിലോ എവിടെ പോയി? ഇവിടെയാണെങ്കിൽ ഫുള്ള് കാലിയായി കിടക്കുകയാണ്. ഇന്നും ആ 50 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള അരി എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, ആരോ എടുത്തുകൊണ്ട് പോയെന്നുള്ളത്. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് അരി കണ്ടില്ല, അതുകൊണ്ട് അരി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് പൗലോസ് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ അത് അലീനയുടെ അടുത്ത് നടക്കുന്നില്ല. അതെങ്ങനെയാണ്? കിച്ചൻ്റെ കൈകാര്യവും കാര്യവും ഞാൻ നോക്കുന്നതിൻ്റെ ഈ 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് പൗലോസേട്ടനല്ലേ കൈകാര്യം ചെയ്തത്. പിന്നെ പൗലോസേട്ടൻ അറിയാതെ ഇവിടുന്ന് സാധനങ്ങൾ എങ്ങനെ പോകാനാണ്? ഇതിനേക്ക് മറുപടി കിട്ടിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് കുഞ്ഞെ കടക്കാരൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. 50 കിലോ അരിയൊന്നും കഴിഞ്ഞ തവണ വാങ്ങിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ കടക്കാരനെ കൂട്ടി എഴുതുന്നതും കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ നിങ്ങൾ വിടുന്നത്, അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ കടക്കാരനെ ഒന്ന് കാണണമല്ലോ, എന്നിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കണക്കും കിട്ടിയേ പറ്റൂ. കടയിലൊരു കണക്ക് ഉണ്ടാവുമല്ലോ വാങ്ങിച്ച്, അവരെന്തായാലും തെറ്റെഴുതി വെക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസിനെയും കൂട്ടിയിട്ട് ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഷോപ്പിലെത്തിയ ശേഷം അലീന പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങളും ഇവർ വാങ്ങിച്ചതിൻ്റെ ലിസ്റ്റും കണക്കും ഇവിടെ എത്ര ബില്ല് വന്നിട്ടുണ്ട് എന്നുള്ളത് മൊത്തം കണക്ക് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിനെന്താ, ഞങ്ങൾ കാണിച്ചു തരാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ തവണ എത്ര കിലോ അരിയാണ് നിങ്ങൾ എഴുതി ചേർത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച വന്ന് വാങ്ങിച്ചത് 50 കിലോ അരിയാണ്. ആ 50 കിലോ അരിയുടെ കണക്ക് തന്നെയാണ് ഇവിടെ വാങ്ങിയത്. അതുപോലെ തന്നെ ഇന്നും 50 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ക് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ അത് വീട്ടിൽ അത്ര അരിയൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം, എന്തായാലും കടയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ക്യാമറയുണ്ട്, നമ്മൾ ബില്ല് എഴുതുന്നതിൻ്റെ കറക്റ്റ് നേരെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു തരാം. ഓരോ കണക്കും കൃത്യമായിട്ട് ഓരോരുത്തർ വായിക്കുന്നതും റെക്കോർഡടക്കം ഇവിടെ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഡേറ്റ് ഉണ്ടല്ലോ, അന്നത്തെ ക്യാമറ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊന്നും വേണ്ട, ഇപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്.
നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന എല്ലാ കള്ളത്തരവും പൊളിച്ചടക്കിയിട്ട് അവിടെ നിന്ന് പൗലോസിനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് പൗലോസിനോട് പറയുന്നുണ്ട്, ഞാൻ 1000 തവണ നിങ്ങളോട് ചോദിച്ചതാണ് എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പറയാൻ മനസ്സിലായിരുന്നല്ലോ. എല്ലാ കള്ളത്തരവും വരുത്തി വെച്ചിട്ട് പിന്നെ അത് മറയ്ക്കാനായിട്ട് പുതിയ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. നിങ്ങൾക്ക് ആ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവും, കിച്ചണിൽ നടക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ല അല്ലേ. അരി എങ്ങനെ പോയത്, പയറുകൾ എങ്ങനെ പോകുന്നത് ഒന്നും നിങ്ങൾക്കറിയില്ല അല്ലേ. എന്തായാലും അതൊക്കെ ഞാൻ അറിയിച്ചു തരാം. വീട്ടിലോട്ടല്ലേ പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പപ്പയോടും എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പോവുകയാണ്. അങ്ങനെ പൗലോസിന് കുറച്ച് നെഞ്ചിരിപ്പൊക്കെ കൂടിയിട്ടുണ്ട്. തന്നെ പുറത്താക്കുമോ എന്നുള്ള ഒരു ഭയം വന്നിരിക്കുകയാണ്.